ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സത്യം അത് പുറത്തു വരാൻ പോവുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളുടെ ആ ഒരു സത്യം വരുവാൻ പോവുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് റീഡിങ്ങിലൂടെ നോക്കാം. നിങ്ങൾ ഒത്തിരി ധൈര്യം വച്ചിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒത്തിരി ആരോപണങ്ങളും ഒത്തിരി കള്ളങ്ങളും നിങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഒത്തിരി നിങ്ങൾ ധൈര്യം വച്ചിരുന്നു, എന്തായാലും എൻ്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകും, ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും എനിക്ക് കുഴപ്പമില്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ധൈര്യത്തോടെ. മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു ഇമേജിനെ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിനെ കുറിച്ചോ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അതായത് ഒരു വ്യക്തിയെ ഇങ്ങനെ ഫീലാക്കും, ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഒന്നും നടക്കത്തില്ല, ഇതിനെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല, അങ്ങനെ ഒരു പാഴ് വസ്തുവാണിത് അല്ലെങ്കിൽ പാഴ് ജന്മമാണിത് എന്നുള്ള രീതിയിൽ പറയത്തില്ല. അതേപോലെ നിങ്ങളെ മറ്റുള്ളവർ പറഞ്ഞു. അതായത് ഒരു വ്യക്തിയുടെ മനോബലം പോലും തകർക്കുന്ന രീതിയിലാണ് മറ്റുള്ളവർ നിങ്ങളോട് സംസാരിച്ചത്. അതായത് ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ആരോടും, പക്ഷെ അങ്ങനെയാണ് നിങ്ങളോട് ഓരോ ആൾക്കാരും പെരുമാറിയത്. അതായത് നിങ്ങൾ എല്ലാവർക്കും ഒരു ഭാരമായിട്ടാണ് ഉള്ളത്, നിങ്ങളെ കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല, ആ രീതിയിലാണ് അവർ നിങ്ങളോട് സംസാരിച്ചത്. ഒരു ഒത്തിരി കള്ള ആരോപണങ്ങൾ നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്, നിങ്ങൾ അതെല്ലാം സഹിച്ചു. ഇവിടെ നിങ്ങളെ പറഞ്ഞ വ്യക്തിക്കും നിങ്ങൾക്കും അറിയാം നിങ്ങൾ അങ്ങനെയുള്ള ആളല്ല എന്ന്, പക്ഷേ എന്നിട്ടും അവർ നിങ്ങളെ പറഞ്ഞു. ഇവിടെ നിങ്ങളെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ പോലും നിങ്ങൾ പെട്ടെന്ന് പോയി സോറി പറയുക അവരോട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു ഇത് ഇല്ലായിരുന്നു. നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഒരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയും, പ്രതികരിക്കും. എവിടെ തെറ്റ് കണ്ടാലും നിങ്ങൾ പ്രതികരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നാൽ പ്രതികരിക്കും. ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണ് എങ്കിൽ അപ്പോൾ നിങ്ങൾ അവരോട് സോറി പറയാതെ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവത്തില്ല, അപ്പോൾ തന്നെ നിങ്ങൾ സോറി പറയും. ഇങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആളായിരുന്നു നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ ഈ ഒരു ആൾക്കാർ നിങ്ങളെ കുറ്റപ്പെടുത്തിയ സമയത്ത് നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം അങ്ങനെയുള്ള സാഹചര്യം നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ആയില്ല നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനുള്ള. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഈ കള്ളത്തരം പറയുന്ന ആൾക്കാരുടെ വാക്കുകളെല്ലാം കേട്ട് സഹിച്ചു നിന്നു. കാരണം നിങ്ങൾക്ക് അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ സ്വയം നിങ്ങൾക്ക് ഒരു മോശം ഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നിങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു ദേഷ്യവും വിഷവും വരുന്നു. ഞാനത് ചെയ്തില്ലല്ലോ ദൈവം, പിന്നെ എന്തിനാ ഇവർ എന്നെ ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷേ എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ ആ ഒരു സാഹചര്യത്തിൽ എന്നും വിഷമിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സാധനമായി മാറി. അതായത് ഓരോ ആൾക്കാർ വരും, യൂസ് ചെയ്യും, എന്നിട്ട് പോകും. അങ്ങനെ ഒരു ഇത്, അതായത് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് പോകും, നിങ്ങളൊന്നും പ്രതികരിക്കാതെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇത്. ഒരു വ്യക്തിയുടെ മോശം ചിന്തയും മോശം ആരോപണങ്ങളും എപ്പോഴും നിങ്ങൾക്ക് കേൾക്കേണ്ട അവസ്ഥ വന്നു. നിങ്ങൾക്ക് എപ്പോഴും സ്വന്തം ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മിത്രങ്ങളിൽ നിന്നൊക്കെയാണ് ഇങ്ങനെയുള്ള മോശം അനുഭവം നേരിടേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാകും. സ്വന്തം ആൾക്കാർ തന്നെ നമ്മളെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? മിത്രങ്ങൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ നമ്മളെ കുറ്റം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനൊരു അവസ്ഥ. ഇവിടെ നിങ്ങളുടെ കൂടെ ഏത് രീതിയിൽ പെരുമാറിയാലും ആർക്കും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു അതായത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം അതായിരുന്നു നിങ്ങൾ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ. ഇവിടെ ഒത്തിരി ആൾക്കാർ നിങ്ങളെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മിസ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരും വരത്തില്ല. അത് ഈ ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ നിങ്ങളോട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ബന്ധുക്കളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പുറത്തുള്ളവരായിക്കൊള്ളട്ടെ, എല്ലാവരും നിങ്ങളോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. മോശം വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചു. ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ മിണ്ടാതെ ഇവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, നിങ്ങൾക്ക് അപ്പോൾ എന്ത് വിഷമമായി കാണും, നിങ്ങളൊക്കെ എങ്ങനെ അതിൽ നിന്ന് അതിജീവിച്ച് പുറത്തു വരാൻ സാധിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത്രമാത്രം വിഷമം നിങ്ങൾ സഹിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവം ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് ലെവലെന്ന് പറയുന്നത് അപാരമാണ്. കാരണം മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു ഇതാണ് നിങ്ങൾ സഹിച്ചത്. ഇവിടെ ഒരു വ്യക്തിയുടെ സഹിക്കണേനും അപ്പുറം ലിമിറ്റ് വരെ ക്രോസ് ചെയ്ത് പല കാര്യങ്ങളും സംഭവിച്ചു. അപ്പോൾ ഒരു വ്യക്തി ഒരു ദിവസം പോലും നിങ്ങൾ ജീവിച്ച ആ ഒരു ജീവിതം ജീവിച്ചാൽ അവർ കരഞ്ഞു പോകും. അപ്പോൾ ആ സ്ഥാനത്താണ് നിങ്ങൾ ഇത്രയും നാൾ ആ ഒരു ലൈഫ് ജീവിച്ചത്. നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ നിങ്ങൾക്ക് ആരും തന്നെ ഇല്ല, ഈശോനല്ലാതെ. എപ്പോഴും രാത്രി കരയുമായിരുന്നു, നിങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത്.
ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വീട്ടിലെ കാര്യം പുറത്ത് പറയാൻ പറ്റില്ല. ഇനി വീട്ടിലാണ് പ്രശ്നമെങ്കിൽ, ഇനി പുറത്താണ് പ്രശ്നമെങ്കിൽ പുറത്തുള്ള കാര്യം പുറത്തുള്ള ആൾക്കാരോട് പറയാൻ പറ്റത്തില്ല. അങ്ങനൊരു അവസ്ഥ. ആരോടും ഒന്നും പറയാൻ പറ്റാതെ നിങ്ങൾ വിഷമിച്ചു. ഇവിടെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ആരോടും നിങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് മിണ്ടാതിരിക്കാനേ കഴിഞ്ഞുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇതുവരെയുള്ള ആ ഒരു ലൈഫ് നിങ്ങൾ ഇങ്ങനെയാണ് ജീവിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതായിരിക്കും ജീവിതമെന്ന്. ഇവിടെ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു വ്യക്തി സഹിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ജീവിത അവസാനം വരെ സഹിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു വ്യക്തി അവർക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പറയും ഇവരെ പോലെ മോശം വ്യക്തി വേറെ ഇല്ല എന്ന് പറയും. കാരണം ലോകം അതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു അധികാരമില്ല നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ. നിങ്ങളുടെ ഉത്തരവാദിത്തം എന്തെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തരുന്ന പീഡകളെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുക. ഒന്നും ആരോടും പറയാനും പാടില്ല. ഇവിടെ ഇതുവരെയുള്ള ആ ഒരു സമയം നിങ്ങൾ ഇങ്ങനെയാണ് ലൈഫ് ജീവിച്ചത്. നിങ്ങൾ എന്നിട്ട് മനസ്സിൽ എപ്പോഴും പറയുമായിരുന്നു എൻ്റെ സമയം വരുമെന്ന്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ഗോൾഡൻ ടൈം വരുന്നതാണ്. അപ്പോൾ നിങ്ങളെ എന്തൊക്കെ അപരാധങ്ങൾ പറഞ്ഞ് വേദനിപ്പിച്ചോ അവർക്കെല്ലാം നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ടൈം മറുപടി കൊടുക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വേദന മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. അതിനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കില്ല. ഇവിടെ നിങ്ങളെ ഈ ഒരു വേദനയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഒരു വ്യവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. ഉറപ്പായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതാണ്. ഇതിനു വേണ്ടിയാണ് ദൈവം നിങ്ങളുടെ ആ ഒരു സത്യം എന്താണോ അത് മറ്റുള്ളവരുടെ മുൻപിൽ തുറന്ന് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒത്തിരി കള്ളത്തനങ്ങൾ നിറഞ്ഞ ആരോപണങ്ങൾ നിങ്ങൾ സഹിച്ചു. അപ്പോൾ അതൊന്നും സത്യമല്ല എന്ന് എല്ലാവരും അറിയണം. ഇത് ഒത്തിരി കള്ള ആരോപണങ്ങൾ നിങ്ങൾക്ക് സഹിക്കേണ്ടതായി വന്നു. പക്ഷെ വലിയ എന്തോ കാര്യങ്ങളിൽ നിങ്ങളെ പെടുത്തിക്കളഞ്ഞു ചില ആൾക്കാർ. അതായത് മനഃപൂർവ്വമായിട്ട് ഒരു കുഴി എടുത്ത് നിങ്ങൾ ആ കുഴിക്കകത്തിട്ടിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ആ കുഴിയിൽ കിടന്ന് നിങ്ങൾ കഷ്ടപ്പെടുന്നില്ല. അതേപോലെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളെ പെടുത്തി. ഇവിടെ 1% പോലും അതിൻ്റെ തെറ്റ് നിങ്ങളുടെ ഭാഗത്തില്ല. പക്ഷെ മറ്റുള്ളവർ ആഗ്രഹിച്ചു നിങ്ങൾ ആ കുഴിയിൽ കിടന്ന് അനുഭവിക്കണമെന്ന്. അതുകൊണ്ട് അവർ മനഃപൂർവ്വം നിങ്ങളെ ആ കുഴിയിൽ തള്ളിയിട്ടു. അവർ അതിനു വേണ്ടിയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കി. കാരണം അവർക്കറിയാം നിങ്ങൾ വളരെയധികം എന്താ പറയുക, ആരും സഹായിക്കാനും സപ്പോർട്ടും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കുഴിയിൽ നിന്ന് കയറി വരാൻ സാധിക്കത്തില്ല. നിങ്ങൾ അവിടെ കിടന്ന് ഇങ്ങനെ വിഷമിച്ചോളും. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ അവരുടെ ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉറപ്പായിട്ടും ദേഷ്യം വരും. നമ്മൾ പ്രതികരിക്കും. നമ്മളപ്പോൾ നമ്മുടെ ആ ഒരു ദേഷ്യത്തിൽ എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം അവരോട് പറയും. അതിനെ പോലും അവർ വേറെ രീതിയിൽ യൂസ് ചെയ്തു. അതായത് നിങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞു മറ്റുള്ളവരോട് ഇവർ. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷനായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇവിടെ ഇവർ ആഗ്രഹിച്ചിരുന്നത് ആൾക്കാരുടെ മുമ്പിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം മോശമാകണം. അതാണ് ആഗ്രഹിച്ചത്. ഇവിടെ ഇതാണ് പറയുന്ന ഒരു വ്യക്തിയുടെ മോശ സമയമാകുമ്പോൾ കുറേ ആൾക്കാർ കൂട്ടം ചേർന്ന് ഈ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ആക്രമിക്കുക. അതേ അവസ്ഥയാണ് നിങ്ങൾക്കും ഉണ്ടായത്. ഇവിടെ ഇതുവരെയുള്ള സമയം നിങ്ങൾ ഇങ്ങനെയാണ് അനുഭവിച്ചുകൊണ്ടേയിരുന്നത്. അതായത് 2 വർഷം 3 വർഷമായിട്ട് നിങ്ങളുടെ സ്ഥിതി ഇങ്ങനെയാണ്. മറ്റുള്ളവരുടെ കയ്യിലെ ഒരു പാവ പോലെ മറ്റുള്ളവർ നിങ്ങളെ യൂസ് ചെയ്യുന്നു. വലിയ എന്തോ ആരോപണങ്ങൾ നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാതെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന്, എന്നിട്ട് പോലും ആ പാപ ആരോപണം നിങ്ങളുടെ മേൽ വന്നു. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ ഞാനിത് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ എൻ്റെ മേൽ ഈ ഒരു ആരോപണം വന്നു എന്ന് നിങ്ങൾ ദൈവത്തിനോടാണ് അപ്പം ചോദിച്ചത്. ഒത്തിരി കള്ള ആരോപണം നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് ആരോപണങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നു. നിങ്ങളിവിടെ തെറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും അവർ നിങ്ങളുടെ മേൽ ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന്. ഇത് മനഃപൂർവ്വമായിട്ടൊരു ദുഃഖം ഇവർ നിങ്ങൾക്ക് ക്രിയേറ്റ് ആക്കി തന്നു. ഇവിടെ ഈ ഒരു ദുഃഖം സഹിക്കേണ്ട ആൾ നിങ്ങളല്ലേ എന്ന്. പക്ഷെ എന്നിട്ടും ഇവർ നിങ്ങളുടെ മേൽ ദുഃഖം അടിച്ചേൽപ്പിച്ചു. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ മേൽ ഈ ഓരോ മോശ ആരോപണങ്ങളും നിങ്ങളുടെ ഇമേജിൽ മോശം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞും നിങ്ങളെ മിണ്ടാതിരുത്തിപ്പിച്ചു. ഇവിടെ ഒത്തിരി ഇറസ്പെക്റ്റായിട്ട് ആൾക്കാർ നിങ്ങളോട് പെരുമാറി. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ട്, ഇനി കിട്ടാനും പോകുകയാണ്. നിങ്ങളുടെ ആ ഒരു വാണിയുടെ പ്രഭാവം കൊണ്ടാണ് നിങ്ങൾക്ക് ഇനി റെസ്പെക്റ്റ് ലഭിക്കാൻ പോകുന്നത്. ചില ആൾക്കാർക്ക് ഇപ്പോൾ റെസ്പെക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചില ആൾക്കാർക്ക് ഇനി കിട്ടാൻ പോകുകയാണ്.
അതായത് നിങ്ങളുടെ ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ എത്ര ദേഷ്യം വന്നാലും ഓപ്പോസിറ്റ് വ്യക്തിയോട് മോശം രീതിയിൽ പ്രതികരിക്കുന്നില്ല. മുമ്പ് അങ്ങനെയല്ലായിരുന്നു നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ആധാരത്തിൽ നിങ്ങൾ ഒത്തിരി റെസ്പെക്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു റെസ്പെക്റ്റ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു നല്ല സ്വഭാവമാണ് നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നിങ്ങളോട് മോശം ചെയ്ത ആൾക്കാരുടെ വ്യക്തിത്വം വളരെ മോശമാണ്. പക്ഷെ അവർ അവരുടെ ആ ഒരു വ്യക്തിത്വത്തെ മറച്ചു വെച്ചേക്കാണ്. എന്നിട്ട് പുറമേ നല്ലതായിട്ട് കാണിക്കുകയാണ്. ഞാൻ ഇന്നതാണ്, ഞാൻ നല്ല ആളാണെന്നൊക്കെ രീതിയിൽ പെരുമാറുകയാണ്. പക്ഷെ ആ ഒരു പെരുമാറ്റം മാക്സിമം പോയാൽ 2 അല്ലെങ്കിൽ 3 മാസം. അതിനുള്ളിൽ അവരുടെ യഥാർത്ഥ പെരുമാറ്റം എന്താണെന്ന് പുറത്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതുമാണ്. കാരണം ഒരു വ്യക്തിക്ക് അവരുടെ സ്വന്തം സ്വഭാവം ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ സമയം മറച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല. അതെന്തായാലും പുറത്തു വരും. നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു കൺഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ സത്യസന്ധരായിട്ടുള്ള വ്യക്തിയാണ് എന്ന്. പക്ഷേ ഓപ്പോസിറ്റ് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞ ആൾക്കാരുടെ വ്യക്തിത്വത്തിനെ കുറിച്ച് ഒരു കൺഫർമേഷൻ ആർക്കും ലഭിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ 2-3 മാസം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം ആൾക്കാരുടെ മുന്നിൽ വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മേൽ കള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതെല്ലാം ഇനി പുറത്തു വരാൻ പോകണം. നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ സത്യസന്ധരായിട്ടുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ പോയാണ് ആൾക്കാർ. ഇവിടെ നിങ്ങൾ എന്ത് ധൈര്യമാണോ ഇത്രയും കാലം വച്ചത് ആ ഒരു ധൈര്യം ഉറപ്പായിട്ടും നിങ്ങളെ വിജയിപ്പിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മേൽ ന്യായം ഉറപ്പായിട്ടും സംഭവിക്കുന്നതാണ്. ആ ഒരു ന്യായം എപ്പോഴാണ് സംഭവിക്കുന്നത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫുൾ മൂണിന് അടുത്തായിട്ടായിരിക്കും സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ലൈഫ് ന്യായത്തിൻ്റെ ആശീർവാദം തരുന്നത് ഫുൾ മൂണിനടുത്തായിട്ടാണ്. ഇവിടെ ഫുൾ മൂൺ അതായത് പൂർണിമ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ മോശം ആരോപണങ്ങൾ എന്തൊക്കെയാണോ അതിനെയെല്ലാം മാറ്റാനാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള പൂർണിമ, ആ ഒരു പൂർണിമ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും വലിയൊരു ന്യായം ലഭിക്കുന്ന, അപ്പോൾ നിങ്ങളുടെ സത്യം എല്ലാവരുടെയും മുന്നിൽ വരുന്നതാണ്. ചില സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മോശം ആൾക്കാരും നല്ല ആൾക്കാരാരെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ വ്യക്തികൾ എന്താ ചെയ്തത്, നിങ്ങളുടെ മേൽ മോശം പറയും, നിങ്ങളെ മോശം ആൾക്കാരായിട്ട് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവർ നിങ്ങളെ മോശം ആൾക്കാരായി മാറ്റാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ട് ഇവരോട് കുറച്ച് ഡിസ്റ്റൻസ് വച്ചേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നിങ്ങൾ ഇവരോട് ഡിസ്റ്റൻസ് വയ്ക്കാൻ തുടങ്ങി. പിന്നെ ഇവർ എന്ത് പറഞ്ഞാലും നിങ്ങൾ റിയാക്റ്റ് ചെയ്യാതായി. മുമ്പൊക്കെ ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ റിയാക്റ്റ് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ഒന്നുകിൽ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാകും, ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. കാരണം ലൈഫിൽ നല്ല വ്യക്തികൾ ഏത് മോശം വ്യക്തികൾ ഏതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട്. അതായത് ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾക്കെതിരെ എന്ത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയാലും നിങ്ങൾ ആ ഒരു പ്ലാനിങ്ങിനെ എല്ലാം തകർക്കുന്നു ആദ്യമേ തന്നെ. ഈ വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് എന്ത് തന്നെ മോശം പറഞ്ഞാലും നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് ആദ്യം കേൾക്കുന്നു ഇവരെന്താണ് പറയുന്നത് എന്ന്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി എന്താണോ അതിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇവർ പറയുന്നത് മിണ്ടാതെ കേൾക്കുന്നു, റിയാക്ട് ചെയ്യാതെ. പക്ഷേ ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങളുടെ ജോലി എന്താണോ അതിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ കാരണം നിങ്ങൾക്ക് ലൈഫിൽ ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഈ കരിയർ പോലും നിങ്ങൾ ഇവരിൽ നിന്ന് മറച്ചു വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇവരറിഞ്ഞാൽ ഇനി നിങ്ങളുടെ കരിയർ ഇവർ തകർക്കുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. എപ്പോഴും മുന്നോട്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആലോചിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷേ എങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് റിപ്ലൈ ചെയ്യാൻ പോയില്ല. അതാണ് വലിയ കാര്യം. മറിച്ച് നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങളെ ഒരു മുറിയിലിട്ട് പൂട്ടി ഒരു ഐസൊലേഷനിലിരുത്തി. കാരണം നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെയോ ഫ്രണ്ട്സിൻ്റെയോ കല്യാണം വന്നാൽ പോവാതായി. അങ്ങനെ ഒരു സാഹചര്യം ഈ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കി. കാരണം നിങ്ങൾക്ക് പുറത്ത് പോവാൻ തന്നെ ഒരു മടിയായിരുന്നു. എപ്പോഴും ഒറ്റപ്പെട്ട് വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവർ നിങ്ങളെ മാറ്റിയിരുന്നു. ഇവിടെ നിങ്ങളുടെ കർമ്മയെ ഇങ്ങനെ ആക്കി ഒരാൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിക്ക് അതിൻ്റെ ആ ഒരു കർമ്മഫലം അനുഭവിക്കേണ്ടി തന്നെ വരും. വളരെ പീഡാദായകമായ ഒരു സ്ഥിതിയിലേക്കാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ അയച്ചത്. ഇവിടെ ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു ലിമിറ്റിന്
പുറത്ത് പോയി ദുഃഖങ്ങൾ കൊടുത്ത ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അത്രമാത്രം ദുഃഖങ്ങളാണ് അനുഭവിച്ചത്. ഇവിടെ നിങ്ങളിൽ ചില ആൾക്കാർ കണ്ണാടി നോക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. അത്രമാത്രം വിഷമവും ദുഃഖവുമാണ് അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരിക്കലും ആ ഒരു വ്യക്തിയെ ദൈവം വെറുതെ വിടത്തില്ല. ഇത്രമാത്രം ഒരു സ്ഥിതിയിൽ ഒരാളെ നമ്മൾ ആക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ വിഷമവും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലാണ് സറണ്ടർ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ആരോടും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങൾ മറ്റുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകണ്ട. കള്ളം പറയുന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. ആരെന്ത് പറഞ്ഞോട്ടെ, നിങ്ങൾക്കറിയാലോ, അത് മതി. ഇവിടെ ഈ പറയുന്ന വ്യക്തികളുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ദൈവം ക്രിയേറ്റ് ആക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും അവർ എന്തുമാത്രം തെറ്റാണ് ചെയ്തത് നിങ്ങളോട് എന്ന്. ആ ഒരു സമയം നിങ്ങൾ ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ സത്യാവസ്ഥ എല്ലാവരുടെ മുന്നിൽ വരുന്നതാണ്. ഇവിടെ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കള്ളം പറയുന്ന ആൾക്കാരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സത്യം എല്ലാവരുടെ മുന്നിൽ വരികയും ചെയ്യുന്നതാണ്. ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കൺട്രോളിങ് ബിഹേവിയർ ആയിരുന്നു. നിങ്ങൾ ഓരോ മോശം സാഹചര്യത്തിലും പെടുത്തിയിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഇവർ എപ്പോഴും നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇവരുടെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് വേണ്ടി വളരെ മോശമായിരുന്നു. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോകുക. ഇങ്ങനെയുള്ള വ്യക്തികളുടെ യഥാർത്ഥ മുഖം ഉറപ്പായിട്ടും എല്ലാവരും അറിയുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സത്യം പുറത്ത് വരുമ്പോൾ ആൾക്കാർക്ക് തോന്നും, ദൈവമേ, ഈ ഒരു വ്യക്തി ഇത്രമാത്രം സഹിച്ചു, ഇവരെങ്ങനെ സഹിച്ചു, ഇത്രയും ദുഃഖം, ഇത്രയും ആരോപണങ്ങൾ എങ്ങനെ സഹിച്ചു എന്ന് നിങ്ങളെക്കുറിച്ച് ആൾക്കാർ അപ്പോൾ ചിന്തിക്കും. ഇവിടെ നിങ്ങൾ എന്താണ് നോക്കിയെന്ന് വെച്ചാൽ ഒരു വ്യക്തി എത്രത്തോളം പോകും, എത്രത്തോളം നിങ്ങളെ അപമാനിക്കും, എത്രത്തോളം കള്ള ആരോപണങ്ങൾ നിങ്ങളുടെ മേൽ പറയും, അതെല്ലാം നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ഇവർ എത്രത്തോളം പോകുമെന്നാണ് നിങ്ങൾ നോക്കിയത്. ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു തീരുമാനം എടുത്തു. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അവരെക്കൊണ്ട് അധികം റിയാക്ട് ചെയ്യാൻ പോകണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ തീരുമാനമെടുത്തു. ഇവിടെ നിങ്ങളുടെ ആ ഒരു സാഹചര്യം മറ്റൊരാൾ കാണുകയാണ് എങ്കിൽ അവർ നിശബ്ദമായി പോകും. ആ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾ ഫേസ് ചെയ്തത്. ഇവിടെ മൂവിയിലൊക്കെ നമ്മൾ കാണത്തില്ല, ഒരു വ്യക്തിയുടെ സാഹചര്യം വളരെ മോശമാകുന്ന എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നത്. ആ ഒരു സാഹചര്യമൊക്കെ നമ്മൾ മൂവിയിലോ സിനിമയിലോ വീഡിയോയിലൊക്കെ കാണത്തില്ലേ? അതേപോലെയായിരുന്നു നിങ്ങളുടെ സാഹചര്യം. ഇവിടെ നിങ്ങളുടെ ആ ഒരു സാഹചര്യം കണ്ട് മറ്റു പല വ്യക്തികളും ദുഃഖിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നാലോചിച്ച്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ആത്മാവ് പോലും കരയുകയാണ്. അത്രമാത്രം മോശം സാഹചര്യത്തിലാണ് നിങ്ങളെ ഇവർ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ന്യായം സംഭവിക്കുമ്പോൾ ഈ ലോകം വരെ കാണും ആ ഒരു ന്യായം. ഇവിടെ ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും, ഇതുവരെയുള്ള ലൈഫ് എടുത്ത് നോക്കിയാൽ ഇതുവരെയും എനിക്ക് ന്യായം ലഭിച്ചിട്ടില്ല, എൻ്റെ ആ ഒരു മോശം സാഹചര്യം ഞാൻ സഹിച്ചിട്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഇതും പറയുമായിരിക്കും, നിങ്ങളെ അത്രമാത്രം ദ്രോഹിച്ച ആൾക്കാർ ഇപ്പോഴും അവരുടെ ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്ന്. കൂടാതെ നിങ്ങൾക്ക് ഇതുവരെ അങ്ങനൊരു ന്യൂസും കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ പുറമേ ഒന്നും കാണാൻ സാധിക്കത്തില്ല. അവരുടെ ലൈഫിൽ എല്ലാം നല്ലതായിട്ടായിരിക്കും പോകുന്നത് പുറമേ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ എന്തുമാത്രം വേദന സഹിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. മോശം ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫിൽ മോശം തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ കൂടെ മോശം ചെയ്ത ആൾക്കാർ ആരാണോ അവരുടെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുന്നിൽ ഉറപ്പായിട്ടും വരുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങളുടെ കൂടെ അവർ എന്തൊക്കെ ചതികളാണോ ചെയ്തത് അതേ ചതികൾ അവരുടെ ലൈഫിലും വരുന്നതാണ്. ഇവിടെ നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ട് ഇവർ മറ്റുള്ളവർക്ക് പറഞ്ഞു. ഇവരെക്കുറിച്ച് ഇനി മോശമായിട്ട് വേറൊരു വ്യക്തി ഉറപ്പായിട്ടും പറയുന്നതാണ്. ഇവിടെ നിങ്ങളെ ഇവർ വളരെയധികം കോംപ്രമൈസ് ചെയ്യുന്ന ആ ഒരു സ്ഥിതിയിൽ കൊണ്ടെത്തിച്ചു. ഇവർക്കും അതേപോലത്തെ സ്ഥിതികൾ ഉണ്ടാവുന്നതാണ് മറ്റൊരാൾ മുഖേന. ഇന്ന് നിങ്ങളാണ് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് എങ്കിൽ നാളെ ഇവർ നിൽക്കും ആ ഒരു സാഹചര്യത്തിൽ. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ സത്യം എല്ലാവരുടെയും മുന്നിൽ വരുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ്. അതിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല.
ഇവിടെ നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ന്യായം ഒരിക്കലും ലഭിക്കത്തില്ലെന്ന്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മുടെ പഞ്ചപാണ്ഡവരില്ലേ, അവർക്ക് ലൈഫിൽ എന്തൊക്കെ മോശം സാഹചര്യം നേരിടേണ്ടി വന്നു. അവർക്ക് അവരുടെ ഭാര്യയുടെ ആ ഒരു വസ്ത്രക്ഷേപം വരെ സഹിക്കേണ്ടി വന്നു. പിന്നെ എന്തൊക്കെ പോയി, അവരുടെ എല്ലാം പോയി. എന്നിട്ട് പിന്നെ അതെല്ലാം ഭഗവാൻ അവർക്ക് നേടിക്കൊടുത്തില്ലേ. അതേപോലെയാണ് നിങ്ങളുടെ ലൈഫിലും ക്രിയേറ്റ് ആയ സാഹചര്യങ്ങൾ. ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈ പോയതെല്ലാം തിരികെ ലഭിക്കുന്നതാണ്. ഇവിടെ ഒരാൾക്ക് ശിക്ഷ ലഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെയാണോ നിങ്ങൾക്കെതിരെ ഷഡ്യന്ത്രങ്ങൾ രചിച്ച് അവർക്കെല്ലാം ശിക്ഷ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മേൽ ന്യായം വന്നു എന്ന്. അപ്പോൾ ലൈഫിൽ നിങ്ങൾക്ക് ന്യായം ലഭിച്ചു എന്ന് കേൾക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിന് പിറകെ ഒന്നായിട്ട് ആ ഒരു ന്യായത്തിൻ്റെ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കും. ഇന്നവർക്ക് ഇത് സംഭവിച്ചു, മറ്റേ ആൾക്ക് അത് സംഭവിച്ചു, അങ്ങനെ ഒരു ന്യായത്തിൻ്റെ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കും നിങ്ങൾ. ഇവിടെ കുറച്ചൊന്ന് നിങ്ങളുടെ ആ മുഖത്ത് ചിരി കൊണ്ടുവരിക. നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത് നിങ്ങൾ. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിനെ മോശമാക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മൾ ഒരിക്കലും അവിടെ പരാജയം സമ്മതിച്ചു കൊടുക്കരുത്. അവർ മോശമാക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒരിക്കലും മോശമാവുന്നില്ല. നമുക്ക് ആ ഒരു ലൈഫ് ഇനിയും ജീവിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ നേരെയാക്കി എടുക്കാമെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. നിങ്ങൾ ഒരിക്കലും ഒരു സാഹചര്യത്തിലും തോറ്റു പോകരുത്. ഇവിടെ നിങ്ങളൊരു യോദ്ധാവാണ്. നിങ്ങൾക്ക് എല്ലാ സാഹചര്യത്തെയും ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ ഫേവറിലാക്കാനുള്ള ആ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. ഇവിടെ നിങ്ങളൊരു ഫൈറ്ററാണ്. നിങ്ങളിൽ ദൈവം ഒത്തിരി പ്രസന്നനായിട്ടാണ് ഉള്ളത്. കാരണം അത്രമാത്രം സാഹചര്യത്തെ, മോശം സാഹചര്യത്തെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അത് ദൈവം കണ്ടിട്ടുമുണ്ട്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിനെ തകർക്കണമെന്ന് ആലോചിച്ചു. അപ്പോൾ തന്നെ അവരുടെ ലൈഫിലേക്ക് ടവർ മൂവ്മെൻറ്റ് അവർ തന്നെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു. ഇവിടെ സരളവും പവിത്രവും ശുദ്ധവുമായിട്ടുള്ള ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി തകർക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ട് അവരുടെ ലൈഫിൽ അവർക്ക് ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അവരുടെ ലൈഫിലെല്ലാം നല്ല സമാധാനപരമായിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ അത് ഒരു വലിയ കൊടുങ്കാറ്റിന് മുന്നേ ഉള്ള ശാന്തതയാണ് നിങ്ങൾ വിചാരിച്ചോളൂ. നിങ്ങൾ എപ്പോഴും സറണ്ടർ മോഡിൽ തന്നെ ഇരിക്കുക. ഇവിടെ ദൈവം നിങ്ങളുടെ മേൽ ന്യായം ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലിരിക്കുക. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂവും തന്നില്ല. ഇവർക്ക് എപ്പോഴാണോ നിങ്ങളെ ആവശ്യം അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയും. നിങ്ങൾ ഇത് നല്ലതായിട്ട് ചെയ്തു, അത് നല്ലതായിട്ട് ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറയും. എന്നിട്ട് നിങ്ങൾ യൂസ് കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു നിങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തി നിങ്ങളോട് ഡ്രാമയാണോ ചെയ്തത്. ഇവരുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്തിട്ട് അത് കഴിയുമ്പോൾ പഴയ സ്വഭാവത്തിൽ വരുന്നു ഇവർ. ഇവിടെ ആ ഒരു സ്വഭാവം പാറ്റേണിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് നിങ്ങളിപ്പോൾ അതിനൊന്നും നിന്നു കൊടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ അവരുടെ ആ ഒരു ഇമോഷൻസ് നോട്ടീസ് ചെയ്യണം. നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ആ വ്യക്തി നിങ്ങളോട് കള്ളം പറയുകയാണെങ്കിൽ, മുന്നേ നിങ്ങളോട് ഇവർ കള്ളം പറയുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആ വ്യക്തി കള്ളം പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറയും, ഇനിയും കള്ളം പറഞ്ഞോളൂ, എത്രത്തോളം നിങ്ങൾ കള്ളം പറഞ്ഞോളൂ എന്ന് പറയും നിങ്ങൾ മനസ്സിൽ. ഇവിടെ നിങ്ങൾക്ക് ഇവരുടെ സത്യം അറിയാം, അതുകൊണ്ട് നിങ്ങൾ ഇവരോട് പ്രതികരിക്കത്തില്ല. പക്ഷേ ഇതേപോലെ മറ്റുള്ള ആൾക്കാർക്ക് ഇവരുടെ സത്യം മനസ്സിലാകും. ഇവരുടെ സത്യം എല്ലാവരും അറിയുമ്പോൾ ഇവരുടെ ആ ഒരു പേഴ്സണാലിറ്റി സീറോ ആകുന്നതാണ്. കാരണം ഇവരുടെ ആ ഒരു കള്ളം ഇവരുടെ വാക്കുകൾ കൊണ്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൂടെ നിങ്ങളുടെ ആ ഒരു സത്യം ഇവർ ആഗ്രഹിക്കാതെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വരികയും ചെയ്യുന്നതാണ്. കാരണം സത്യം എന്നായാലും പുറത്ത് വരിക തന്നെ ചെയ്യുന്നതാണ്. ഈ ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ ഒരു പ്രോബ്ലം അല്ല, ഒത്തിരി പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തിടുക്കപ്പെട്ട് ഇവർ എന്തോ ചെയ്യുന്നത് ഇവർക്ക് തന്നെ വിനയായി മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ തിടുക്കപ്പെട്ട ഒരു വ്യക്തി ഇവർക്ക് വേണ്ടി എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് അത് ഇവർക്ക് തന്നെ വിനയായി മാറും ലാസ്റ്റ്. അതായത് ഇവരെടുക്കുന്ന ആ ഒരു തീരുമാനം ഇവരെ സീറോ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവരുടെ ആ ഒരു ഗ്രാഫ്, അതായത് ഉയർന്ന അവസ്ഥയിൽ നിന്ന് താഴേക്ക് വന്ന ആ ഒരു ഗ്രാഫ് ലോകം കാണും. അപ്പോൾ ലോകത്തിലുള്ളവർ സ്വയം പറയും, ഒരു വ്യക്തിയോട് ഇത്ര മോശം ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്ന് ഈ ലോകത്തിലുള്ളവർ ഇവരെ നോക്കി പറയും. നിങ്ങളെ ഐസൊലേഷനിൽ ഇവർ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ സ്വയം അതേപോലെ ആ ഒരു ഐസൊലേഷനിൽ പോകുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കുന്നത് പോലും നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവരും ഇനി ഇവരുടെ മുഖം കണ്ണാടിയിൽ നിർത്തുന്നതാണ്. ഇവിടെ എന്തൊക്കെ പീഡകളാണോ നിങ്ങൾ സഹിച്ചത് അതെല്ലാം ഇവരും സഹിക്കുന്നതാണ്.
ഇവിടെ ഇവർ എന്തോ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു വരുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതാണ് ഇവർക്ക് വിനയായി മാറുന്നത്. ഇവിടെ 2 മാസമായിട്ട് ഈ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് സെപ്പറേഷനിൽ വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളെ വേദനിപ്പിച്ചപ്പോൾ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായില്ല ഇവരുടെ സന്തോഷം ഒരു ദിവസം നഷ്ടപ്പെടുമെന്ന്. അതാണ് ഇവിടെ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ലൈഫിൽ എൻഡിങ് ആയ ഒരു സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ അവരുടെ ലൈഫിൽ ഒരു എൻഡിങ് ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് 1010 നമ്പർ 100 നമ്പറൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു എന്നാണ് സൂചിപ്പിക്കാൻ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ വേറൊരു വ്യക്തി ഇതേപോലെ അപമാനിക്കുന്നതാണ്. ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് ഈ ഒരു സ്ഥിതി ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഇവിടെ എന്തായാലും നിങ്ങൾ ഒരു ന്യായം നിങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു ദൃശ്യം നിങ്ങളുടെ കണ്ണിൽ കണ്ടിട്ടുണ്ടാകും. നിങ്ങളെ ആരൊക്കെയാണോ വേദനിപ്പിച്ച അവർ റിലേറ്റഡ് ആയിട്ടുള്ള ദൃശ്യമായിരിക്കും നിങ്ങൾ കണ്ടത് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ടത്. അപ്പോൾ എന്ത് ദൃശ്യമാണോ നിങ്ങൾ കണ്ടത് അത് ഉറപ്പായിട്ടും സംഭവിക്കുന്നതാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ മാത്രം വിശ്വസിക്കുക. യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളുടെ മേൽ തെറ്റ് സംഭവിക്കാൻ അനുവദിക്കുകയില്ല, ന്യായം തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.